ഇവിടെ തിരുവനന്തപുരത്ത് നേമത്ത് നിന്ന് ഒരു BJP അംഗം അസംബ്ലിയിലേക്ക് ജയിച്ചു വരുന്ന നിലയുണ്ടായി. അങ്ങനെ ജയിച്ചു വരുമ്പോൾ കണ്ട കാര്യം, സാധാരണഗതിയിൽ കോൺഗ്രസ്സിന് ലഭിക്കേണ്ട വോട്ടുകൾ ആ മണ്ഡലത്തിൽ ലഭിച്ചില്ല എന്നതാണ്. മത്സരിച്ച UDF സ്ഥാനാർത്ഥി തന്നെ പിന്നീടത് വ്യക്തമാക്കുന്ന നിലയുമുണ്ടായി. അദ്ദേഹം ജയിച്ചു വന്നപ്പോൾ BJP അക്കൗണ്ട് തുറന്നു എന്ന ആവേശത്തിലേക്ക് BJP മാറി. ഒരു സംശയവുമില്ലാതെ അതിന് സൗകര്യമുണ്ടാക്കിയത് കോൺഗ്രസ്സാണ് എന്നത് നാടിന് ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2024 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു. സാധാരണ നിലക്കുള്ള കണക്കനുസരിച്ച് BJPയുടെ നേരത്തെയുള്ള വോട്ടിൽ വർധനവുണ്ടാകുന്നു. എന്നാൽ മത്സരിച്ച രണ്ട് മുന്നണികൾ, ഒന്ന് ഞങ്ങളും മറ്റൊന്ന് UDFും, UDFിൻ്റെ വോട്ടിൽ 86,000-ഓളം വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു. ഞങ്ങളവിടെ ജയിച്ചു വരുമെന്നായിരുന്നു ഞങ്ങൾ കണക്കൂട്ടിയത്. ജയിക്കാൻ ഞങ്ങൾക്കായില്ലെങ്കിലും 2019 കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് നേടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. എന്നാൽ UDFന് 86,000 വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു. ആ വോട്ട് നേരെ BJPയിലേക്ക് പോകുന്നു. അപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കുന്നു. നിങ്ങൾ വിശദമായി കണക്കുകൾ പരിശോധിക്കുന്നവരാണല്ലോ. ഇപ്പോൾ വർത്തമാനകാലമായതുകൊണ്ട് ഇപ്പോൾ നടന്ന തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനാണല്ലോ BJP നേടിയിട്ടുള്ളത്. ആ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈ ഏതാണ് എന്ന് ചെറിയൊരു അന്വേഷണം നിങ്ങൾ നടത്തിയാൽ മനസ്സിലാവുമല്ലോ. അവിടെ ചില ഡിവിഷനുകളിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വോട്ടിൽ സാരമായ കുറവ് വന്നിട്ടുണ്ടല്ലോ. ആ വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് പോയതായി കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള നീക്കങ്ങൾ എങ്ങനെ വന്നു? അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ജയത്തിലും ഒരു പങ്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വഹിച്ചിട്ടുണ്ടല്ലോ. രണ്ട് ഭാഗത്തും നീക്കങ്ങൾ ഉണ്ടായതായി കാണാൻ സാധിക്കും. രണ്ടു കൂട്ടരും പരസ്പര ധാരണയിൽ LDF ജയിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് രണ്ടു കൂട്ടരും പ്രാദേശികമായി ഉണ്ടാക്കിയ പരസ്പര ധാരണയിൽ വോട്ടുകൾ മാറി ചെയ്തുവെന്ന് അതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുകയല്ലേ. എങ്ങനെയാണ് ഇത്തരത്തിലൊരവസ്ഥ വന്നത്? ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റേതായ ജാഗ്രതയിൽ കുറവ് വരുന്നുണ്ടോ? വർഗീയതയ്ക്കെതിരെ ശക്തമായ പൊതുബോധം നിലനിന്നിരുന്ന ഒരു സമൂഹമാണിത്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരിടം എന്ന നിലയിലാണ് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ പരിശ്രമിച്ചത്. ഇന്ന് നവോത്ഥാന നായകരിൽപ്പെട്ട ഒരാളുടെ മന്നത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസവും കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ കാലത്തെ തുടർച്ച അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? വർഗീയതയ്ക്കെതിരെയുള്ള
ജാഗ്രതാബോധം അതിൽ കുറവ് വരുന്നുണ്ടോ? നമ്മുടെ നാടിന് പലതരത്തിലുള്ള പ്രത്യേകതകൾ നാം പറയാറുണ്ട്. ഇവിടെ ആർക്കും ഏത് തരത്തിലുള്ള വിശ്വാസവും കൊണ്ട് നടക്കാം. ഏത് വിശ്വാസിക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കാം. ഏത് ആരാധനാലയത്തിലും അവരുടെ വിശ്വാസമനുസരിച്ച് ആരാധിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട്. ഇതൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാത്ത കാര്യമാണ്, പലയിടത്തും നടക്കാത്ത കാര്യമാണ്. ഭക്ഷണത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ എല്ലാം ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഇതിൽ നിന്നെല്ലാമുള്ള ഒരു തുരുത്തായാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രമായാണ് കേരളം നിൽക്കുന്നത്. ആ കേരളം മാറുകയാണോ? ആ മാറ്റം എങ്ങോട്ട് എന്നത് നാം ഗൗരവമായി കാണണം. മറ്റ് തർക്കങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉന്നയിക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് തിരിച്ചു പോവുകയാണെങ്കിൽ അത് കേരളത്തിൽ ഇന്ന് കാണുന്ന പലതും നഷ്ടപ്പെടുന്നതിനിടയാക്കും. കേരള തനിമ നഷ്ടപ്പെടും, മതനിരപേക്ഷത മൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇവിടെ നാം അഭിമാനിക്കുന്ന പലതും ഇല്ലാതാകും. ആ ഒരവസ്ഥ നാം എല്ലാവരും ഗൗരവത്തോടെ കാണണം. അതിനെതിരെയുള്ള ജാഗ്രത നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവണം. ഞങ്ങൾക്കിതിൽ തുറന്ന മനസ്സാണ്. കുറച്ച് വോട്ടുകൾക്കും 4 സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങളില്ല. ഇത് ഞങ്ങളുടെ തുറന്ന സമീപനമാണ്. വർഗീയ ശക്തികളെ അകറ്റി നിർത്താനാവണം. വർഗീയതയുമായി ബന്ധപ്പെടാതിരിക്കണം. ഏത് വർഗീയതയും നാടിന് ആപത്ത് മാത്രമേ സൃഷ്ടിക്കൂ എന്നത് തിരിച്ചറിയാനാവണം. ഇതാണ് പ്രധാനം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതരെ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ആക്രമണം നടന്നു. അതിശയം ഇത് തുടർച്ചയായി ഇത്തരം ഇരകൾക്ക് നേരെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതിജീവിത ഒന്നിൽ കൂടുതൽ പേരുണ്ട്. അവർക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ അവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് അവരുടെ പേര് വെളിപ്പെടുത്തി ഇങ്ങനെ അതിക്രമം തുടരുകയാണ്. അതുകൊണ്ട് പുതുതായി ഇത്തരം ഇരകളാവുന്നവർ പരാതി നൽകാൻ മടിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി പരാതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെ അതിജീവിതമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുമോ സർക്കാർ? തീർച്ചയായും. ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ സംസാരിച്ചതാണ്. അത് ഈ ഒരു പേരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, അതിജീവിതക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ വല്ലാതെ വരുന്നു. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ആക്ഷേപം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ചിലർ അവരുടെ ജീവന് അപകടം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന അവസ്ഥയുണ്ട്. എന്താണ് വെളിപ്പെടുത്തുന്ന നിലയുണ്ടായത്. അതുകൊണ്ടാണ് പലരും പരാതിക്ക് തയ്യാറാകാത്തത്. ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ഗൂഢോദ്ദേശത്തോടെ തന്നെ അത്തരത്തിലുള്ള ചില വ്യക്തികൾ ഇവരുടെ നഗ്ന ഫോട്ടോ എടുത്തു വെക്കുകയാണ്. അതുപയോഗിച്ച് സമൂഹത്തിൽ നിങ്ങളെ അപകീർത്തിപ്പെടുത്തും എന്ന് പറഞ്ഞ ആദ്യത്തെ ഭീഷണി. ആ ഭീഷണിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ നിന്നെ വെച്ചേക്കില്ല എന്ന രണ്ടാമത്തെ ഭീഷണി. ഇതെല്ലാം ഇത്തരം ആളുകളെ നിസ്സഹായകളാക്കി മാറ്റുകയാണ്. ഇതിനെതിരെ കർക്കശ നിലപാട് സ്വീകരിച്ചു പോകാനാവണം. കർക്കശ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. അതിൽ നടിയുടെ കാര്യത്തിൽ ആ പ്രശ്നം വന്ന ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കർക്കശ നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് കർക്കശ നിലപാട് തന്നെയാണ്.